നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന മുസ്ലിം ലീഗ് നേതാവ് KN ഖാദർ. ഉപമുഖ്യമന്ത്രി പദവി ലീഗിന് അർഹതപ്പെട്ടതാണെന്നും ലീഗിന്റെ പ്രകടനം കണക്കിലെടുത്ത വിഷയം മുന്നണിയിൽ പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും മുൻ MLA-യും മുസ്ലിം ലീഗ് നേതാവുമായ KN ഖാദർ പറഞ്ഞു. ആവശ്യപ്പെടാതെ തന്നെ ഉപമുഖ്യമന്ത്രി പദവി UDF മുസ്ലിം ലീഗിന് തരുമെന്നാണ് പ്രതീക്ഷ. നേരത്തെ ഉപമുഖ്യമന്ത്രി പദവി ആവശ്യമുണ്ടോ എന്ന് ഉമ്മൻചാണ്ടി കുഞ്ഞാലിക്കുട്ടിയോട് ചോദിച്ചിട്ടുണ്ട്. തനിക്കത് അറിയുന്ന കാര്യമാണ്. മുന്നണിയുടെ ലക്ഷ്യം പൂർത്തീകരിക്കലാണ് പ്രധാനമെന്നാണ് അന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതെന്നും KN ഖാദർ പറഞ്ഞു. മുസ്ലിം ലീഗിനെ അർഹമായ പദവിയിൽ പ്രതിഷ്ഠിക്കണം എന്ന ധാരണ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അത് നടക്കും. മുന്നണിയിലെ എല്ലാവരും അത് അംഗീകരിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. അതിനുള്ള സ്റ്റാറ്റസും അർഹതയും മുസ്ലിം ലീഗിനുണ്ട്. ആ ബോധ്യം എല്ലാ ഘടകകക്ഷികൾക്കും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ചില അർഹതകൾ കണ്ടറിഞ്ഞും മുന്നണിക്ക് തരാമല്ലോ എന്നും KN ഖാദർ കൂട്ടിച്ചേർത്തു. ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനായി ലീഗ് ഡിമാൻഡ് വയ്ക്കുന്ന പ്രശ്നമില്ലെന്നും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. UDF വിജയിച്ചു വന്നാൽ ലീഗിന്റെ ഭാഗത്തുനിന്ന് സമ്മർദ്ദം ഉണ്ടാവില്ല. ലീഗ് ഏതു വിധത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ്. മുമ്പ് ഉമ്മൻചാണ്ടി ഉപമുഖ്യമന്ത്രി സ്ഥാനം വാഗ്ദാനം ചെയ്തിട്ടും ലീഗ് അത് നിരസിച്ചതായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു.